പോകണം. ഈ ആഴ്ച മഴയത്ത് ഇവർ കൊണ്ടുവന്നിട്ട് കാറി കൊണ്ടുവന്ന് ഇട്ടിട്ട് നടത്തിട്ട് പോയി. പിറ്റേ വന്ന വാഹനമെല്ലാം ചെയ്ത് വരുമ്പോ പോലും ബഡ്ജറ്റ് എടുക്കില്ലേ. സംസ്ഥാനത്ത് ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുവരെ 227 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗലക്ഷണങ്ങൾ കാണുന്നവർ മാസ്ക് ധരിക്കണമെന്നും ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 ആണ് കേരളത്തിലും കണ്ടെത്തിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. കശ്മീരിൽ കോവിഡ് ഉപവകഭേദത്തിന്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു. ശ്രീനഗർ ഗവൺമെന്റ് സെൻട്രൽ കോളേജിലെ ബിരുദാനന്തര ബിരുദ മലയാളി വിദ്യാർത്ഥികൾക്കാണ് ടെസ്റ്റ് പോസിറ്റീവായത്. രോഗബാധ ഉണ്ടായതായി ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നാട്ടിൽ നിന്നും ഈ അടുത്താണ് ശ്രീനഗറിലെ